Dear friends, I am M.A. Rashid, consultant psychologist, JC Zone trainer. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മൾ ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ആരോടെങ്കിലും പറയുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പിൻവലിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. അത് നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം, നമ്മുടെ നാട്ടിലുള്ള ആളുകളാകാം. ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ ഒരു എന്തെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ അവരെങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രത്യേക ശീലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പലരും വിജയത്തിലേക്ക് അല്ലെങ്കിൽ ആ ഗോളിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ പരാജയപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഒരു കഥ പറയാം. പണ്ട് ഒരു കാട്ടില് ഒരു താഴ്വാരം, ഒരു മലയുടെ താഴ്വാരത്ത് കുറെ ആടുകൾ താമസിച്ചിരുന്നു. ഈ ആടുകള് വേനൽക്കാലത്ത് വെള്ളമില്ലാത്ത അവസ്ഥ, അതേപോലെ പുല്ല് കിട്ടാത്ത അവസ്ഥ, ഇങ്ങനെയുള്ളൊക്കെ അവസ്ഥകൾ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് ഏതോ ഒരു ആട് പറഞ്ഞു, അന്യദേശത്ത് പോയി വന്ന ഒരാട് പറഞ്ഞു, ഈ അവര് താമസിക്കുന്ന ആ മലയുടെ മേൽഭാഗത്ത് ധാരാളം പുല്ലുകളുണ്ട്, പച്ച പുല്ലുകൾ ധാരാളമുണ്ട്. ആരെങ്കിലും അത് പോയി എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഇവിടുത്തെ നിരവധി ജീവികൾക്ക്, അതായത് നമ്മളെ സുഹൃത്തുക്കൾക്ക് അതൊരു സന്തോഷകരമായ അനുഭവമായിരിക്കും, ഒരു ആശ്വാസമായിരിക്കും. അങ്ങനെ ഗ്രാമത്തിലുള്ള ഈ ആടുകൾ ഒന്നിച്ച് അവിടെ ഗ്രാമമുഖ്യന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയാണ്. ഈ യോഗത്തിൽ എല്ലാവരും ആരൊക്കെയാണ് ഇത് തയ്യാറെടുക്കാന്ന് പറഞ്ഞപ്പോൾ പൂച്ചക്കാരും മണി കിട്ടുമെന്നുള്ള അവസ്ഥയായിരുന്നു. അവസാനം കുറച്ച് യുവാക്കളായ ആടുകൾ പറഞ്ഞു, ഞങ്ങൾ പോയി നോക്കാം, ഞങ്ങൾ തയ്യാറാണെന്ന്. അങ്ങനെ അടുത്ത ദിവസം എല്ലാവരും തയ്യാറായി അതിരാവിലെ തന്നെ ആ മലഞ്ചെരിവിലെത്തി. അവരുടെ കൂടെ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ഒത്തുകൂടിയിരുന്നു. അങ്ങനെ ആ ചെങ്കുത്തായ നിലയിലേക്ക് നോക്കിയാൽ കണ്ണെത്താത്ത ആ ആകാശം വിട്ടു നിൽക്കുന്ന ആ കുന്നിന്റെ മുകളിലേക്ക് അവര് കയറാൻ തുടങ്ങി. വളരെ ആവേശത്തോടുകൂടി ആ യുവാക്കളായ ആടുകൾ കയറുന്നത്. കുറെ അങ്ങ് കയറി എത്തിക്കഴിഞ്ഞപ്പോൾ അവര് കൂടെയുള്ള ആളുകൾ, അവിടെ രക്ഷിതാക്കളും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞു, മക്കളെ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, അവിടെ കടുവയുണ്ട്, പുലിയുണ്ട്, കഷ്ടപ്പാടാകും, അങ്ങോട്ട് ചെന്ന് അവിടെ വെള്ളമില്ലെങ്കിൽ ഒന്നും കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെട്ടു പോകും, നിങ്ങൾ മരിച്ചു പോകും എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഇങ്ങോട്ട് വരീൻ, ആരും അങ്ങോട്ട് പോകണ്ട. നിരന്തരം ഈ വാക്കുകൾ കേട്ടപ്പോൾ കൂടെ അതിലുണ്ടായിരുന്ന നിരവധി ആടുകൾ പുറത്തേക്ക് തിരിച്ചിറങ്ങി. പക്ഷേ ഒരു യുവാവായ ആട് മാത്രം മേലോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവരുടെ രക്ഷിതാക്കളൊക്കെ വളരെ ദീനരോധനത്തോടുകൂടി അപേക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവൻ തിരിഞ്ഞു നോക്കിയതേയില്ല. അവൻ കയറിപ്പോയി. ഉച്ച കഴിഞ്ഞു. ആളുകളൊക്കെ കാത്തു നിന്ന് മടുത്ത് അവർ തിരിച്ചു പോന്നു. വൈകുന്നേരം അവർ ചെന്ന് വീണ്ടും കാത്തിരിക്കുകയാണ്. ആ സമയത്തുണ്ട് തലയിൽ നിറയെ പുൽക്കെട്ടുകളുമായിട്ട് ആ ആട് വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. ഈ വാർത്ത കാട്ടിലാകെ പരന്നു. ധാരാളം ചാനലുകളും അതുപോലെ അവിടുത്തെ ആളുകളും ഒത്തുകൂടിയിട്ട് ഇവനെ അഭിനന്ദിച്ചു. യു ആർ ദ ഗ്രേറ്റ്, നീയാണ് ഏറ്റവും വലിയ ധൈര്യവാനെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എങ്ങനെ നീ സാധിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ കൂട്ടത്തിൽ നിന്നൊരു അമ്മയാട് ഓടി വന്നിട്ട് അവനെ തലോടി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, ഇതാരാണ്, നിങ്ങളുടെ മകനാണോ? അത് എന്റെ മകനാണ്. അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള രീതിയിൽ അവനെ വളർത്തിയെടുത്തത്? നിങ്ങളല്ലേ, എന്തായിരിക്കും ഇതിന് കാരണം? അപ്പോഴാണ് ആ അമ്മ പറയുന്നത്, ഒരു ചെവികൾ കേൾക്കില്ല. കാരണം ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല് നന്നായി ചെവി കേൾക്കുന്ന ആളുകളായിട്ടുള്ള ആടുകളൊക്കെ തിരിച്ചു പോകുന്നു. കാരണം പിന്നിൽ നിന്നുള്ള നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ അവരുടെ ജീവിതത്തിൽ അവരെ ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഈ ആടിന് ഒരിക്കലും ചെവി കേൾക്കാത്തത് കൊണ്ട് അവൻ പോയി അവന്റെ കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വന്നു. നമ്മളെ സമൂഹത്തിലുള്ള കാര്യം ഇതൊക്കെയാണ്. ചിലപ്പോൾ നമ്മളൊക്കെ നിരുത്സാഹപ്പെടുത്താൻ ധാരാളം ആളുകളുണ്ടാവും. പക്ഷെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അതിനിടക്കുള്ള പ്രതിബന്ധങ്ങളൊക്കെ നമ്മൾ വളരെയധികം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പാടുകയുള്ളൂ. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിൽ നമുക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. അവയൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് വിജയം ഉണ്ടാകും. തീർച്ച
എല്ലാവർക്കും ജീവിതത്തിലെ വിജയങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.